നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും ഭരണഘടനാ മൂല്യങ്ങളുമെല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. രാജ്യത്ത് ബോധപൂർവമായി ധ്രുവീകരണം ഉണ്ടാക്കുന്നവർക്കെതിരെയുള്ള ഒരു വിധിയെഴുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. മലപ്പുറത്ത് എനിക്ക് ഉറപ്പുണ്ട്, രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക് ഏറ്റവും ഗ്യാരണ്ടിയുള്ള മുന്നണി ഇടതുപക്ഷമാണ് എന്നുള്ള ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്നുള്ള ബോധ്യവും ഈ മലപ്പുറത്തിനുണ്ട്. അതുകൊണ്ട് എനിക്ക് വളരെയധികം പ്രതീക്ഷയുണ്ട് മലപ്പുറത്തെ ജനങ്ങളിൽ. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് അവർ വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വളരെ സന്തോഷമാണ്. നാട്ടിലാദ്യമായി എനിക്ക് തന്നെ എൻ്റെ തന്നെ വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. വലിയൊരു ഭാഗ്യമായി കാണുന്നു. ചെറിയ കാര്യമൊന്നുമല്ല. ഇത് 60 കൊല്ലത്തിലേറെ പൊതുവെങ്കിലും സജീവമായിട്ട് ഞാനുണ്ട്. നാടാടെയാണ് സ്വന്തം ബൂത്തിൽ വോട്ട് ചെയ്യാനുള്ള സന്തോഷത്തിന്. പിന്നെ എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോയി. ഇവിടെയും ഉണ്ട്, എല്ലായിടത്തും കിട്ടിയ റിപ്പോർട്ട് എല്ലായിടത്തും വളരെ നീണ്ട ക്യൂവിൽ ആവശ്യം ഉണ്ടെന്നാണ്. ചൂടിൻ്റെ സന്നിധി അതുകൊണ്ടായിരിക്കാം. ഏതായിരുന്നാലും രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം വളരെ വളരെ അനുകൂലമാണ്. ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളും അനലൈസിങ്ങും ഒക്കെ തന്നെ UDF അനുകൂലമായിട്ടുള്ള ഒരു സംഗതിയാണ്. അത്യുജ്വലമായ ഒരു പെർഫോമൻസ് UDF ഉണ്ടാകുമെന്ന് ബോധ്യപ്പെടുത്തുന്ന സംഗതികളാണ് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം വളരെ ശുഭപ്രതീക്ഷയുണ്ട്. ഏറ്റവും നല്ല പ്രകടനമായിരിക്കും കാഴ്ചവെക്കുന്ന UDF. വെള്ളിയാഴ്ചയിൽ തെരഞ്ഞെടുപ്പ് അതൊന്നും എല്ലാവരും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യും. അതായത് പ്രാർത്ഥനയ്ക്ക് പോകേണ്ട ആളുകൾക്ക് അത് അതിൻ്റേതായിട്ട് വഴി പോകാൻ പറ്റും. അതൊക്കെ തന്നെ സംവിധാനങ്ങൾ അതിനനുസരിച്ച് ചെയ്യുന്നു. വേറെ പ്രശ്നങ്ങളില്ല. അതെല്ലാം വളരെ സ്മൂത്തായിട്ട് പോകും. എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോകുന്നു. എല്ലാവരും വളരെ സഹകരിച്ച് പോവുകയാണ്. ഈ ബൂത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കാലത്തില്ല. അപ്പോൾ ഞാനൊക്കെ ഇപ്പോഴായതുകൊണ്ട് ഒരു കാലത്ത് അങ്ങോട്ടും പ്രശ്നങ്ങളോ ബഹളങ്ങളോ ഒന്നും ഇല്ലാത്തത് വളരെ സ്മൂത്തായൊരു ബൂത്താണ്. സാർ BJP പ്രാവശ്യം തുറക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് സംഭവിക്കാൻ പോകുന്നത്. സംഭവിക്കാനേ പോകും. കേരളത്തിൽ UDF എത്ര സീറ്റ് നേടുമെന്നുള്ളതാണ് കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞ 20 ആകുന്നുണ്ട്. വളരെ ക്ലിയറാണ്. 20 സീറ്റും UDF ഈ പ്രാവശ്യം. ഇപ്പോൾ VP ജയരാജനുമായി ബന്ധപ്പെട്ട് ഗുണകരമാവും UDF. ഗുണകരം എന്നുള്ളതല്ല, യാഥാർത്ഥ്യമാണ് അത്തരം കാര്യങ്ങളെ പറ്റിയുള്ള ചർച്ചകൾ. ഏതെല്ലാം അവിശുദ്ധ കൂട്ടുകെട്ട് ആ മുന്നണി ഉണ്ടാക്കുന്നു, ആരൊക്കെയായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ജനം തിരിച്ചറിയട്ടെ.
മാതൃകാ ബൂത്ത് പിന്നെ വില്ലേജിൽ നിന്നും നമ്മളെ കൊണ്ടോട്ടി തഹസിൽദാർ ഓഫീസിൽ നിന്നും ഒക്കെ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് നമ്മൾ നടത്തിയത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മളോട് ജില്ലാ ലീഗൽ സർവീസസ് കോടതിയിൽ നിന്നും കൂടി ഈ ഒരു പരിപാടി നടത്താൻ വേണ്ടിയിട്ട് നിർദ്ദേശം വന്നു. അങ്ങനെ നമ്മളിപ്പോ പിന്നെ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിന്റെ കീഴിലാണ് ഈ ബാനറൊക്കെ ഇവിടെ എഴുതി തൂക്കിയിട്ടുള്ളത്. അപ്പൊ വോട്ടർമാർക്ക് വേണ്ടിയിട്ട് നമ്മളെന്ന് പറഞ്ഞാല് മുതിർന്ന പൗരന്മാർക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് മുതിർന്ന പൗരന്മാർക്ക് നമ്മൾ പ്രഷർ നോക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അവർക്ക് പെട്ടെന്ന് ഒരു മലമൂത്ര വിസർജനം ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മളോട് അതിനുള്ള സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ സൗകര്യങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. വീൽ ചെയർ ഉണ്ട്. പിന്നെ വാക്കറുണ്ട്. മുതിർന്ന ആളുകൾക്ക് നടന്നു വരാൻ കഴിയാത്ത ആളുകൾക്ക് വാക്കറുണ്ട്. പിന്നെ അതിൽ ബുദ്ധിമുട്ടുകൾക്കുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മറ്റേ പ്രത്യേകിച്ച് ഒരു വടി വെച്ചിട്ടുണ്ട് മുതിർന്ന ആളുകൾ. പിന്നെ സ്ത്രീകൾക്ക് മുലയൂട്ടുന്നതിന് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് നമ്മള് എന്ത് ചെയ്തിന് അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ടോയ്സുകൾ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഊഞ്ഞാല് കെട്ടിയിട്ടുണ്ട് അവിടെ. ഊഞ്ഞാൽ അങ്ങേ പുറത്താണ്. പിന്നെ നമ്മള് സ്ത്രീകൾ വോട്ട് ചെയ്യുമ്പോൾ അധിക സമയം വിളിക്കണ കുട്ടികളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പ്രത്യേകം ചെയ്തിട്ട് മുലയൂട്ടുന്ന അമ്മമാർക്ക് ഒരു പ്രത്യേക സൗകര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണ വെച്ചാല് നമ്മൾ മുതിർന്ന ആളുകൾക്ക് കിടക്കാൻ വേണ്ടിയിട്ടൊരു സൗകര്യം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാക്കിയിട്ട് അപ്പൊ ഇതാണ് മുലയൂട്ടുന്ന അമ്മമാർക്കുള്ള ഒരിത്. പിന്നെ ഊഞ്ഞാൽ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയും ടോയ്സുകൾ. ഞാൻ റുഖിയ അഷ്റഫ്, പാരാലീഗൽ വളണ്ടിയറും സാമൂഹ്യ പ്രവർത്തകയാണ്. ഇത് ആയിഷയാണ്, പിന്നെ ആശാ വർക്കറാണ്, പാലിക്കിന്റെ പ്രവർത്തകയാണ്. പിന്നെ ഓൾറെഡി നമ്മളെ ഈ മാതൃകാ ബൂത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വളണ്ടിയറാണ്. എന്റെ കൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വളണ്ടിയറാണ് വാഴക്കാട് പഞ്ചായത്തില്. ഇവര് വാർഡ് CDSന്റെ പ്രവർത്തകയാണ്. അപ്പൊ എന്നോട് എനിക്ക് എത്ര ഹെൽപ്പിന് വേണമെങ്കിലും ആളെ സംഘടിപ്പിക്കാൻ വില്ലേജ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇവള് പിന്നെ ട്രോമാ കെയറിന്റെ വളണ്ടിയറും ആയിട്ടുള്ള ആളാണ്.
ഇന്നത്തെ ഈ പൊതു തെരഞ്ഞെടുപ്പിൽ വലിയൊരു പോളിംഗ് ശതമാനമാണ് ഈ പ്രദേശത്ത് മൊത്തത്തിൽ തന്നെ കാണുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനം ജനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ശക്തമായ രീതിയിൽ വീണ്ടും മോദി സർക്കാർ മൂന്നാം വട്ടവും വരുന്നുള്ള ഒരു ജനവികാരം എല്ലാവരുടെ മനസ്സിലുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ നല്ല പോളിംഗ് ശതമാനം ഉണ്ട്. ജനങ്ങൾ ഒരു ഗവൺമെന്റിനെ നിലനിർത്തി മൂന്നാമത്തെ വട്ടവും മോദി സർക്കാരിനെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ ജനങ്ങൾ കാണുന്നത്. അതിന്റെ ഭാഗമായിട്ട് എല്ലാവരും നല്ല ഉത്സാഹത്തോടെ തന്നെ ചെയ്യാൻ ഇറങ്ങുന്നുണ്ട്. നല്ല കാഴ്ച വീട് സമ്പർക്കം അതുപോലെ തന്നെയുള്ള പ്രവർത്തനത്തിന്റെ ഫലം നല്ലൊരു ജനങ്ങളെ ഇറക്കാനും ജനങ്ങളെ തെരഞ്ഞെടുപ്പിലേക്ക് ഇറക്കാനും പാർട്ടിക്കും സാധിച്ചിട്ടുണ്ട്. അതിന്റെ വിജയം ഞങ്ങൾക്ക് ഉണ്ടാവും തന്നെയാണ്. നല്ലൊരു വിജയം കേരളത്തിലും ഉണ്ടാവും, ഇന്ത്യ രാജ്യത്തും അതിന്റെ ആ വിജയം കൈവരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. സഹകരണ വകുപ്പിന്റെ കീഴിൽ കേരളത്തിലൊട്ടാകെ എല്ലാ മേഖലയിലും തണ്ണീർപന്തൽ എന്ന പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വാഴക്കാട് പഞ്ചായത്തിലെ മുഴുവൻ 24 ബൂത്തിലും അവിടെ വരുന്ന വോട്ട് ചെയ്യാൻ വരുന്ന എല്ലാ ജനങ്ങൾക്കും വളരെ ആശ്വാസമായിട്ടാണ് നമ്മൾ ഈ തണ്ണീർപന്തലിന്റെ ഭാഗമായിട്ട് ദാഹശമനത്തിന് വേണ്ടി കുടിവെള്ളം കൊടുക്കുന്നത്. വാഴക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ഏറ്റവും അനുകരണീയമായ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന തണ്ണീർപന്തലിന്റെ ഭാഗമായി സർവീസ് ബാങ്ക് വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പോളിംഗ് ദിനത്തിൽ പാലക്കാട് പഞ്ചായത്തിലെ 24 ബൂത്തുകളിലും മുഴുവൻ ജനങ്ങൾക്കും വോട്ടർമാരായി പോളിംഗ് ബൂത്തിലെത്തുന്ന മുഴുവൻ ആളുകൾക്കും സംഭാരം നൽകി ദാഹശമനത്തിനുള്ള സംവിധാനം ഏർപ്പെടുത്തി എന്ന് പറയുമ്പോൾ പാലക്കാട് സർവീസ് സഹകരണ ബാങ്കിനെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്.